إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നതിൻ്റെ സുപ്രധാനമായ ഒരു വഴി, അതല്ലെങ്കിൽ ഒരു കാരണം, അദൃശ്യജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് ഉണ്ട് എന്ന അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ, അതല്ലെങ്കിൽ അവൻ്റെ നാമവിശേഷണങ്ങളിൽ, അതല്ലെങ്കിൽ അവൻ്റെ ഇൽമുൽ ഗൈബിലുള്ള പങ്ക് ചേർക്കലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. അതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു കേന്ദ്രമാണ് മസാറുകൾ, അഥവാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ അമ്പിയാക്കന്മാർ അവർക്കുണ്ടായ ചില വിഷയങ്ങൾ, ആ സന്ദർഭങ്ങളിൽ പോലും അവർക്ക് ഗൈബ് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അല്പം ചില ഉദാഹരണങ്ങളാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു, സ്വതന്ത്രമായി ഗൈബ് അഥവാ മറഞ്ഞ കാര്യം, അദൃശ്യമായ കാര്യം അറിയാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതിനാണ്
ഗൈബ് മുത്ലഖ് എന്ന് പറയുന്നത്. നിരുപാധികം അറിയുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രം. അപ്പൊ പിന്നെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിവുള്ളവരാരെ എന്നൊരു സംശയം അവിടെ ബാക്കിയുണ്ട്. അതിനാണ് ഗൈബ് മുഖയ്യദ് എന്ന് പറയുന്നത്. ഗൈബ് മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം അറിയുന്നത്. അതാരാ? അത് മാത്രം പറഞ്ഞാൽ എന്താവുമെന്നറിയോ? ആളുകൾ പറയും, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മളെ മറ്റേ ആളാണ്. അല്ല, മിർ റസൂൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹയ്യാകുന്ന ഗൈബ് മലായിക്കത്ത് മുഖേന അമ്പിയാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ നിൽക്കും അത്. അതാണ് സൂറത്തുൽ ജിന്നിലെ 26, 27 ആയത്തിൽ ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതലാ മിർ റസൂൽ. അവൻ തൃപ്തിപ്പെട്ട, അവൻ പൊരുത്തപ്പെട്ട റസൂലുകൾക്ക് ഒഴികെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ പച്ചപ്പുറപ്പ് പുറച്ചിങ്ങേറ്റ് കുളിക്കുകയില്ല, വൃത്തിയാകുകയില്ല, ജമാഅത്തിനും പങ്കെടുക്കൂല, നല്ല ഡ്രസ്സും ധരിക്കൂല, ഇങ്ങനെയെല്ലാം ജീവിക്കുന്ന അത്തരക്കാർക്കെല്ലാം അറിയിച്ചു കൊടുക്കും എന്നല്ല ഖുർആൻ പറഞ്ഞത്. മിർ റസൂൽ. അതിന്റെ ബാക്കി എന്താ? അവർക്ക് തന്നെ അള്ളാഹു മുമ്പിലും പിമ്പിലും പാറാവുകാരെ നിശ്ചയിച്ചിരിക്കുകയാണ്. അമ്പിയാക്കന്മാർക്ക് പോലും അവര് ഈ റിസാലത്ത് തബ്ലീഗ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയല്ല, അള്ളാഹു നിരീക്ഷകന്മാരെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാണ് നേരെ താഴെ ആയത്തിലുള്ളത്. അപ്പോ അള്ളാഹു അറിയിച്ചു കൊടുത്താൽ എല്ലാവർക്കും അറിയാം. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ എല്ലാ ഔലിയാക്കന്മാർക്കും, എല്ലാ ഉപ്പാപ്പമാർക്കും, എല്ലാ ഉമ്മാമ്മമാർക്കും, എല്ലാ ബാബമാർക്കും, എല്ലാ ബീബിമാർക്കും, എല്ലാ ഖോജമാർക്കും, എല്ലാ ഹാജമാർക്കും അറിയാം എന്ന് എവിടെയും പറഞ്ഞില്ല. മിർ റസൂൽ അവിടെ കഴിഞ്ഞു. അമ്പിയാക്കന്മാർ, റസൂലുകൾ എന്ന് പറയുമ്പോൾ റസൂൽ എന്ന് ഖുർആനിൽ അമ്പിയാക്കന്മാർക്കും മലായിക്കത്തുകൾക്കും പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്ത് മുഖേന അമ്പിയാക്കന്മാർക്ക് അവിടെ കഴിഞ്ഞു. ഇതാണ് ഗൈബ് മുഖയ്യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന റസൂലുകൾക്ക് അറിയുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോ വഹി എന്നല്ല. ഇപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയെല്ലാം, ചരിത്രമെല്ലാം നമ്മൾ അറിയുന്നത് അള്ളാഹു ഗൈബ് ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ അറിയുന്നത്, ആ ഗൈബ് അറിയുന്നത്. അതേപ്രകാരം അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അതിൽ എത്രയോ സംഗതികൾ നമുക്ക് അറിയാൻ ഗൈബ് മുഖേന അമ്പിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് നബിക്ക് അറിയിച്ചു കൊടുത്ത് നബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയാൻ കാരണം. അപ്പൊ അതിന് ഗൈബ് മുഖയ്യദ് എന്നാണ് അതിന് പറയാന്നർത്ഥം. അത് നിരുപാധികമല്ല, അത് നിയമങ്ങൾക്കും നിബന്ധനകൾക്കും കാര്യകാരണങ്ങൾക്കും വിധേയമായ രീതിയിൽ റസൂലുകൾക്ക് മാത്രം എത്തിച്ചു കൊടുക്കുന്നു. നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മഫാത്തിഹുൽ ഗൈബ് ഖംസ്, ഗൈബിൻ്റെതായിരിക്കുന്ന മിഫ്താഹുകൾ, അതിൻ്റെ താക്കോലുകൾ 5 എന്നിട്ട് പറഞ്ഞു അത് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അതായത് 5 എന്ന 5 ഒടുങ്ങുമെന്നതിന് അർത്ഥമില്ല. അത് പ്രധാനപ്പെട്ട 5 സൂറത്ത് ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇത് മാത്രമേ ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാന്നല്ല. പിന്നീട് അള്ളാഹു റസൂൽ ഓതിയ ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. അതേതാ? സൂറത്ത് ലുഖ്മാൻ 34. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഖിയാമത്ത് എപ്പോഴാ ഉണ്ടാവുക എന്നതിന്റെ അറിവ് അള്ളാഹുവിനാണ്. രണ്ടാമത്തേത് വയനസ്സിലുൽ ഗൈസ്, അവനാകുന്നു മഴ വർഷിപ്പിക്കുന്നവൻ. 2 വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളത് അറിയുന്നവൻ അവനാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ. അടുത്ത 4-ാമത്തേത് ഏതൊരു മനുഷ്യനും നാളെ എന്താണ് ചെയ്യുക എന്ന് അവൻ അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. 5-ാമത്തേത് ഒരാളും എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്നറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണ്. അപ്പോ ഗൈബ്, അദൃശ്യമായി സ്വതന്ത്രമായ കാര്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതിന്റെ ഉദാഹരണമാണ് ഇനി പറയാൻ പോകുന്നത്. ബനുൽ മുസ്തലഖ് യുദ്ധം, റസൂലുള്ള സാക്ഷ്യം വഹിച്ച, റസൂൽ പങ്കെടുത്ത യുദ്ധമാണ് ബനുൽ മുസ്തലഖ് യുദ്ധം. ഈ യുദ്ധത്തിന് പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് സാധാരണ ഒരു പതിവുണ്ട്, നറുക്കെടുപ്പിലൂടെ ഭാര്യമാരെ ആരെയാണോ കൊണ്ടുപോകേണ്ടത് തീരുമാനിക്കുക. ആ പ്രാവശ്യം നറുക്കെടുത്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാണ് നറുക്ക് വീണത്. റസൂലുള്ള കൂടെ കൊണ്ടുപോയി. യുദ്ധം കഴിഞ്ഞു. തിരിച്ച് മടങ്ങാൻ വേണ്ടി യാത്രാ സംഘങ്ങളും ഒട്ടകക്കട്ടിലുകളും ഒക്കെ തയ്യാറായി നിൽക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാനില്ല. എവിടെ? ആരാ കൂടുള്ളത്? ഏറ്റവും വലിയ ഔലിയപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താ, അത് ഇന്നടത്ത് കിടക്കുന്നുണ്ട്, നാളെ കിട്ടു, മറ്റന്നാ കിട്ടു എന്നാ പറയാ. ആയിഷ റളിയല്ലാഹു അൻഹ അത് അന്വേഷിച്ച് പോവാ ചെയ്ത്. തിരിച്ചു വന്നപ്പോഴേക്കിന് യാത്രാ സംഘം മടങ്ങിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എല്ലാ യുദ്ധത്തിലും പതിവുള്ളതുപോലെ പിന്നിൽ ഒരു ആള്, ഇതിന്റെ എല്ലാം ഒരു നോട്ടക്കാരനായി പിന്നിൽ ഇങ്ങനെ ഒരാൾ വരിക എന്നുള്ളത് പതിവാണ്. ഈ പ്രാവശ്യം വന്നത് സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമിയാണ്. അദ്ദേഹം പ്രമുഖനായ ഒരു സഹാബിയാണ്, റസൂലുള്ളാഹിയുടെ സന്തത സഹചാരിയാണ്, പല യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളാ. അദ്ദേഹം തന്റെ വാഹനവുമായി വരുമ്പോൾ ഒരു കറുത്ത അടയാളം ഇങ്ങനെ കാണുന്നു. ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി ആ ആയിഷ റളിയല്ലാഹു അൻഹയെ തന്റെ ഒട്ടകക്കട്ടിന്റെ പിൻഭാഗത്ത് കയറ്റുന്നു. കാരണം ഇതിൽ പങ്കെടുത്ത വ്യക്തിയാവാം, ഇതിനു വേണ്ടി റസൂലുള്ളാഹിന്റെ കൂടെ വന്ന ആളാവാം. കാരണം യാത്രാ സംഘം നേരത്തെ മടങ്ങാൻ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൂടുതൽ ഉണ്ടായിരിക്കെ സ്ത്രീകളൊന്നും അത്ര വലിയ ഭാരമുള്ളവരായിരുന്നില്ല എന്നാണ്. ആളയിലുണ്ടോ അല്ലേ ഒന്നും അറിയാൻ കഴിയൂല, ഞാനന്ന് വളരെ സ്കെൽറ്റ് മെല്ലിച്ച ആളായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ചുരുക്കി പറയാ, ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമിയും കൂടെ മദീനയിൽ വന്നിറങ്ങി. ഇതോടുകൂടെ ആരംഭിച്ചു ആരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ. ഇത് ആരുടെ ഭാര്യയാണ്? റസൂലുള്ളാഹിന്റെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന ആളാണ്, മറഞ്ഞ കാര്യം അറിയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ ഇബ്നു മുഅത്തൽ സലമിയെയും സംബന്ധിച്ച് പറയുന്ന ആരോപണങ്ങൾ വിശ്വാസികളായ പലരും വിശ്വസിച്ചു, പലരും പ്രചരിപ്പിച്ചു. ഉബയ്യ് ഇബ്നു സലൂൽ അതിന് നേതൃത്വം നൽകി. അവസാനം ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ളാഹിയിൽ നിന്ന് പോലും എനിക്ക് ഗൗരവപരമായ പെരുമാറ്റമാണ് അനുഭവപ്പെട്ടത്. ഏത് ഒന്നും നടന്നില്ല എന്നുള്ള വേറെ കാര്യം, അത് പിന്നെ പറയാ. പക്ഷേ മുഹമ്മദ് നബിയിൽ നിന്ന് പോലും എനിക്ക് കാർക്കശമായ സ്വഭാവമാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. റസൂലുള്ളാഹി അവിടെ വരുന്നു, സലാം പറയുന്നു, എന്താ വർത്തമാനം എന്ന് ചോദിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇങ്ങനെ എത്ര ദിവസമാണ് ഈ മദീന പ്രകമ്പനം കൊള്ളുന്നത്? 30 ദിവസം. എത്ര ദിവസം? 30 ദിവസം. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് റസൂലുള്ളാഹിക്ക് അറിയോ? ഇല്ല. സൂറത്തുൻ നൂറിലെ 10 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു വേണ്ടി ഇറക്കേണ്ടി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി 10ഓളം ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അള്ളാഹു അവതരിപ്പിക്കേണ്ടി വന്നു. 1 മാസം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹും വിശ്വാസികളും ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് അവരങ്ങനെ പ്രകമ്പനം കൊള്ളുകയുണ്ടായി. ചില പണ്ഡിതന്മാർ പറയും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള റസൂലിനെ അറിയായിരുന്നു, അറിയാത്തതുകൊണ്ടല്ല, അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ ആയത്തിറങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് സ്വതന്ത്രമായി ഗൈബ് അമ്പിയാക്കന്മാർക്ക് അറിയില്ല. എന്താണ് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന ആയത്താണ് അതിന്റെ തുടക്കം. ഈ ആരോപണം ദുഷ്പ്രചരണം നടത്തുവാൻ അത് ഇന്നല്ലദീന ജാഊ മിൻകും ഇന്നല്ലദീന ജാഊ ഈ ആരോപണം കൊണ്ടുവന്ന ആളുകള്, ഈ ദുഷ്പ്രചരണം കൊണ്ടുവന്ന ആളുകള് നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അത് നിങ്ങൾക്ക് ശർറാണ്, തിന്മയാണ് എന്ന് നിങ്ങൾ ധരിക്കണ്ട, അത് നിങ്ങൾക്ക് ഖൈറാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന ആയത്തിറക്കിയും കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ചു. റസൂലുള്ളാഹിക്ക് ആയത്തിറക്കിയും കൊണ്ട് എന്ത് മനസ്സിലായി? റസൂലുള്ളാഹിക്ക് ഇക്കാര്യം അറിയുന്നെങ്കിൽ ഒക്കല്ല ആയിഷ വണ്ടി കയറിയില്ല. ആയിഷ തിരിച്ചു കയറിയിട്ടില്ല, അറിഞ്ഞോ? ഇല്ല. സഫ്വാന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാ പോരെ, നീ നിന്റെ ഉപ്പാന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുകയൊന്നും വേണ്ട, ഒന്നും ഉണ്ടായില്ലല്ലോ, എന്തിനാ പോണ് എന്ന് പറഞ്ഞില്ല. ഗൗരവപരമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചു. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനോടും അലി ഇബ്നു അബീ താലിബിനോടും റസൂലുള്ള മുശാവറ നടത്തുകയാണ്. ഉസാമത്ത് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ പറ്റി എനിക്ക് ഖൈറ് മാത്രമേ പറയാനുള്ളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ വിശ്വാസികളായ സ്ത്രീകൾ വേറെയുമുണ്ടല്ലോ. ആ സൂചന എങ്ങോട്ടാ? ഇതൊക്കെ നടന്നിട്ടും ആയത്തിറങ്ങേണ്ടി വന്നു. കാരണം സ്വതന്ത്രമായ ഗൈബ് റസൂലുള്ളാഹിക്ക് അറിയില്ല എന്നത്. തന്റെ ഭാര്യയെ പറ്റി എന്തോ പൈസ കട്ടെടുത്തു എന്നല്ല പറഞ്ഞത്, അല്ല ആരോടെങ്കിലും സംസാരിച്ചു എന്നല്ല പറഞ്ഞത്. ഹദീസുൽ ഇഫ്ക് അഥവാ ദുഷ്പ്രചരണം, അതാണ് നടന്നത്. റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ, നബിയായിരിക്കെ, വഹി ഇറങ്ങിയും കൊണ്ടിരിക്കെ 30 ദിവസക്കാലത്തോളം അത് തെളിയിക്കപ്പെടാൻ ആയത്തിറങ്ങേണ്ടി വന്നു. ഇതാ നമ്മൾ പറഞ്ഞത്, ഒരു പ്രവാചകനും സ്വതന്ത്രമായ ഗൈബ് അറിയുകയില്ല, അറിയിച്ചു കൊടുത്തപ്പോ പറഞ്ഞു. സൂറത്ത് നൂർ പരിശോധിച്ചാൽ ആ സംഭവം കാണാൻ ഏകദേശം 10 ആയത്ത്. മിസ്താഹ് റളിയല്ലാഹു അൻഹു പിന്നെ ചിലവിന് കൊടുത്തിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അത് നിർത്തി. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മകളല്ലേ ആയിഷ ബീവി. അള്ളാഹു അതിനും ആയത്തിറക്കി, നീ ചിലവിന് കൊടുക്കൽ നിർത്താൻ പാടില്ല. റബ്ബിന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹ് പൊരുത്തപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹിന്റെ മാപ്പ് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ആയത്തിറക്കിയും കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അള്ളാഹു തിരുത്തുകയുണ്ടായി. അപ്പോ ഗൈബ്, അദൃശ്യമായ കാര്യം, ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? ഇത്ര ഗൗരവമുള്ളതായിട്ട് പോലും അറിയുവാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ അടുത്ത് പത്രത്തിലൊരു വാർത്ത, നമ്മളെ മുദബ്ബിറുൽ ആലമുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇറ്റലി മേത്തുള്ള അബൂബക്കർ മുസ്ലിയാർ എന്ന CM എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. മൂപ്പര് മരിച്ചുപോയി. അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ട മടവൂരിലാണ്. കോഴിക്കോട് പാളയം സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് CM മടവൂർ ബസ് ഇങ്ങനെ കാണാം. ആളിങ്ങനെ കയറി പോവുകയാണ്. എന്തിനാ പോകുന്നത്? ഇവൻ്റെ പാസ്പോർട്ട് കാണാനില്ല. ആയ പാസ്പോർട്ട്? ഈ പോകുന്നവൻ്റെ. ഇവൻ്റെ റേഷൻ കാർഡ് കാണാനില്ല. ഇവൻ്റെ മോനെ കാണാനില്ല. മോളെ കാണാനില്ല. ഒരു ആഴ്ചയായി, ഒരു മാസമായി, ഒരു വർഷമായി. പിന്നെ ഓരോ ആവശ്യങ്ങൾ പറയാൻ, വിസ വേണം, പിയാപ്പണ്ണ വേണം, മക്കളെ വേണം, ഇങ്ങനെ രോഗം സുഖമാവണം, ഇത്തരം ആവശ്യങ്ങളൊക്കെ പറയുന്ന കേന്ദ്രമാണെന്ത്? CM മടവൂരിന്റെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം. അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം പത്രത്തിൽ
ഇവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്ന് പണം കളവ് പോയിരിക്കുന്നു. അങ്ങനെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പേരും അഡ്രസ്സൊന്നും ഞാൻ പറയില്ല, അത് അവരെ സ്വകാര്യതയാണ്. ഏകദേശം നല്ല ഭീമമായ സംഖ്യ പോയിട്ടുണ്ടെന്നാ. അപ്പോൾ ഓരവിടെ കിടക്കില്ലേ? ഓരോട് ചോദിച്ചാൽ പോരെ? അല്ലെ കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ ഓരോ സ്വപ്നത്തിൽ കാണിച്ചാൽ പോരെ? എടാ ഇന്ന് പോകുന്നു, പൈസ എടുത്ത് ഇങ്ങേറ്റ് പിടിച്ചോ എന്ന് പറഞ്ഞാൽ പോരെ? പറഞ്ഞാൽ പോരെ? ഒരു സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഭണ്ഡാരത്തിൽ നിന്നും ഭീമമായ സംഖ്യ കട്ട് കള്ളൻ പോകുന്ന കാഴ്ച എനിക്ക് CM വലിയുള്ളായി സ്വപ്നത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാ പിടിച്ചോ കള്ളനെ, പിടിച്ചോ. പിന്നെ ആരെയും പിടിച്ച് CCTV വലിയുള്ളായി. ആരെയും പിടിച്ച് CCTV വലിയുള്ളായി പോലീസ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഭണ്ഡാരത്തിൽ നിന്ന് സ്വന്തം പേരിൽ നിർമ്മിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ഭണ്ഡാരത്തിൽ നിന്ന് നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ അതുപോലും ഒരു സ്വപ്നത്തിലൂടെ അറിയിക്കാൻ പോയിട്ട് എന്തെങ്കിലും ഒരു ഇൽഹാമിലൂടെ പോലും അറിയിക്കാൻ ഒരു കഴിവും അവർക്കാർക്കില്ല. ഇനി നബിമാർക്കും ഇല്ല കേട്ടോ. കാരണം അത് അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. മൂപ്പർ ആരാന്നപ്പ പറയുന്നത്? മുദബ്ബിറുൽ ആലം. ഓറാന്ന് ഈ പ്ലെയിനെല്ലാം പറത്തുന്നത്, ഈ ട്രെയിന്, ഈ ബസ്, ഇതെല്ലാം മൊത്തത്തിൽ നിയന്ത്രണം അതിൻ്റെ ചങ്ങല ഓറ കയ്യിലാണ്. ഈ മനുഷ്യന് ആവറേജ് ബുദ്ധി എന്ന് പറയും സാധാരണഗതിയിൽ. അതില്ലാണ്ടെന്നാൽ അത് വിശ്വസിക്കല്ലാതെ നിവൃത്തിയില്ല. മുദബ്ബിറുൽ ആലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ല. അതാരാ മുദബ്ബിറുൽ ആലം? വമൻ യുദബ്ബിറുൽ അംറ. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. എന്തൊരു കഷ്ടം, എന്താണ് ഇവരെ ബുദ്ധിയിൽ. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്രമാത്രം അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. അപ്പോ പുതുതായി നിർമ്മിക്കപ്പെട്ട ഗൈബിന്റെ കേന്ദ്രം എന്ന് പറയുന്ന അവിടെ കിടക്കുന്ന ആള് ഭണ്ഡാരത്തു നിന്ന് പോയ പണം പോലും പിടിച്ചു വാങ്ങാനോ സംരക്ഷിക്കാനോ അതിനൊരു അറിയിപ്പ് കൊടുക്കാനോ അറിവ് കൊടുക്കാനോ കഴിയാത്തവൻ, അദ്ദേഹത്തോടാണ് ഇവന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും അത് സംബന്ധിച്ച് നമ്മൾ പറയേണ്ടതില്ല. അങ്ങനെ അറിയുമെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന്റെ ഇൽമുൽ ഗൈബിലുള്ള പങ്കു ചേർക്കലാണ് എന്ന് യാതൊരു സംശയമില്ല. അപ്പോ റസൂലുള്ളാഹിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. രണ്ടാമത്തെ സംഭവം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യാക്കൂബ് നബി ഉപ്പയാണ്, യൂസുഫ് നബി മോനുമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ് എന്നതിന്റെ പേര്. അതിൽ സംഭവം പറയുന്നുണ്ട്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിന്റെ സഹോദരനോടും ബാക്കി സഹോദരന്മാർക്ക് ഒരു വെറുപ്പായിരുന്നു. ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം ഇവരോടാണ്. അങ്ങനെ ഇവർ തീരുമാനിക്കുകയാണ് എന്തെന്ന്, ഒന്നുകിൽ ഇവനെ കൊന്നു കളയണം. അപ്പൊ അവരുടെ കൂടുതൽ വലിയ കാക്ക പറഞ്ഞ് കൊല്ലണ്ട, ഏടെങ്കിലും കൊണ്ടിട്ടാ മതി, എന്നാ പിന്നെ നമ്മൾ ഇവനെ പൊട്ടക്കിണറിൽ കൊണ്ടിടുക. ഈ തീരുമാനം എടുക്കുന്നത് എവിടുന്നാ? ഈ തീരുമാനം എടുക്കുന്നത് യാക്കൂബ് നബി അപ്പുറം ഇപ്പുറം മക്കൾ കൂടി തീരുമാനിക്കുകയാണ്. അധികം ദൂരല്ല, അതേ വീട്ടിൽ നിന്ന് പ്ലാൻ ഇടുകയാണ്. എന്ത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയാണെങ്കിലും പൊട്ടക്കിണറിൽ ഇടണം, കൊല്ലണം എന്ന തീരുമാനം വന്നു. ഒഴിഞ്ഞ മരുഭൂമിയിലിടം കൊണ്ടിടുക എന്ന് പറഞ്ഞു. അതിന്റെ പുറകെ കിണറിലെറിയാമെന്ന് തീരുമാനമായി. തീരുമാനിക്കുന്നത് എവിടുന്നാ? ഈ ചുമരിന്റെ അപ്പുറത്തുനിന്ന്. ഇപ്പുറത്ത് മക്കള്, അപ്പുറത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇവര് വരികയാണ്. അപ്പൊ അവനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ ഭയപ്പെടും. നിങ്ങൾ കൂടെ ഞങ്ങൾ കുറെ ആളുകളില്ലേ, എങ്ങനെ ചെന്നായ പിടിക്കും എന്ന് പറഞ്ഞ് ഉപ്പാന്റെ മനസ്സൊക്കെ പാകപ്പെടുത്തി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ട് അവർ കളിക്കാൻ പോവുകയാണ്. അങ്ങനെ പോയി ചരിത്രം പറയേണ്ടതില്ല. അവസാനം യൂസുഫ് നബിയെ ആ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞുകൊണ്ട് രാത്രി സമയം ഒരു വ്യാജ രക്തത്തിന്റെ കുപ്പായവുമായി ഇവർ തിരിച്ചു വന്നുകൊണ്ട് ഉപ്പാനോട് പറയുകയാണ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, യൂസുഫ് ഞങ്ങളുടെ ചരക്കിന്റെ അടുക്കലായിരുന്നു, ഞങ്ങളെ വസ്തുക്കൾ അടുക്കൽ അവനെ നിർത്തി പെട്ടെന്ന് ഒന്ന് ചെന്നായി അവനെ തിന്നു, നിങ്ങൾക്ക് തെളിവിരുത രക്തം. അപ്പൊ യാക്കൂബ് നബി എന്താ പറയേണ്ടത്? ആ കള്ളന്മാരെ മനസ്സിലായി. പറഞ്ഞാ എന്തേലും പറഞ്ഞേ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ കളി കളിക്കണ്ട. ഞാൻ ആരാണെന്നറിയുമോ?
യാക്കൂബ് നബിയാണ്. എടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്തത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ വർണ്ണിച്ച് പറയുന്നതിനൊക്കെ സഹായിക്കപ്പെടുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഫസബ്റുൻ ജമീൽ, ഞാൻ നല്ല അഴകാർന്ന ഭംഗിയായി ക്ഷമിക്കാന്ന് പറഞ്ഞോ. പിന്നെ എന്തെല്ലാം നടന്നു? കിണറിൽ നിന്ന് യാത്രാ സംഘം രക്ഷപ്പെടുത്തി, അസീസ് രാജാവിന് വിറ്റു, അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പ്രശ്നങ്ങള്, പിന്നീട് ജയിലില്, അത് കഴിഞ്ഞ് അവിടുത്തെ ഭക്ഷ്യവകുപ്പ്, അവസാനം ഇവർ ചെന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് കാലു അന്ത യൂസുഫ്, നിങ്ങൾക്കൊരു സഹോദരല്ലേ, നിങ്ങൾക്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അന്ത യൂസുഫ് എന്നുള്ള ചോദ്യം അവസാനം വരുന്നത്. അതുവരെ നടന്ന കാര്യങ്ങളെപ്പറ്റി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അതുവരെ അറിയിച്ചു കൊടുത്തുമില്ല, അറിഞ്ഞതുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ മോനെ അഥവാ യൂസുഫിന്റെ സഹോദരൻ രണ്ടാമത് പറഞ്ഞേക്കോ? അദ്ദേഹം അപ്പോൾ സംശയം പറയുന്നുണ്ട്, ഇതുപോലെ അല്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോ മൂത്ത മോനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാണെങ്കിൽ രണ്ടാമത്തെ മോനെ പിന്നെ പറഞ്ഞേക്കുവോ? അത് ഉറപ്പുള്ള ഒരു ഉപ്പ ഈ സഹോദരന്മാരോട് പറഞ്ഞേക്കുവോ? ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചില്ലേ രണ്ടാമതും? അപ്പൊ ഒന്നാമത്തത് കിണറ്റിൽ എറിഞ്ഞതാന്ന്, രണ്ടാമത്തെ ഞങ്ങൾ എറിയാൻ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞയച്ചു. കാരണം എന്താ? അതിലടങ്ങിയ ഗൈബ്, അദൃശ്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെ യൂസുഫ് നബിയെ പറ്റി ഈ സംഭവം പറയുന്നുണ്ട്. നബിമാർക്ക് അറിയാത്ത ഗൈബ് എങ്ങനെയാന്ന് ഇവന്മാർക്ക് അറിയല്? ഇവര് ഇതിനേക്കാളും വലുതല്ല അറിയുന്ന. ഇന്നത്തെ ഈ ഗൈബിന്റെ ആളുകൾ അഥവാ അദൃശ്യം അറിയുമെന്ന് പറയുന്ന മഷിനോട്ടക്കാരൻ, കൈനോട്ടക്കാരൻ, പിഞ്ഞാണം എഴുത്തുകാരൻ, അതേപ്രകാരം ജ്യോത്സ്യൻ, കെണിയൻ, ഇങ്ങനെ പോകുന്നതിലുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കൈരേഖ ശാസ്ത്രം, പക്ഷിശാസ്ത്രം, ഇങ്ങനൊക്കെ പറയുന്ന അമ്പിയാക്കന്മാർക്ക് അറിയാത്തൊരു ഗൈബ് എങ്ങനെ ഇവർക്കറിയാം? സാധ്യമല്ല, സാധിക്കില്ല. പച്ചയായ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അടുത്തത് മറ്റൊരു പ്രവാചകൻ, അതാരാ? ഇമാമുൽ ഹുനഫാ. ആരാ ഇമാമുൽ ഹുനഫാ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലും മറ്റ് പല സൂറത്തുകളിലും ഈ കാര്യം പറയുന്നുണ്ട്. ചുരുക്കി പറയാ, എന്താ സംഭവം? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലായിക്കത്തുകൾ പോകുന്ന വഴി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ കയറി. മനുഷ്യന്മാരുടെ രൂപത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മാന്യനാണ്, സൽക്കാരപ്രിയനാണ്. ഖലീലുല്ലാ, അള്ളാഹിന്റെ സ്വന്തക്കാരൻ എന്ന അദ്ദേഹത്തിന്റെ സെക്കൻഡ് നെയിം, രണ്ടാം പേര്. അദ്ദേഹം ഉടൻ തന്നെ എന്ത് ചെയ്തു? ഒരു ചുട്ടുവേവിച്ച പശുക്കുട്ടിയെ അവരെ മുമ്പിൽ കൊണ്ടുവെക്കുകയാണ്. മലക്കൾ ചോറ് വയ്ക്കുമോ? മലക്കൾ ഇറച്ചി വയ്ക്കുമോ? ഭക്ഷണം തിന്നോ? മനുഷ്യന്മാരെ പോലെ ഇല്ല. ഇതെന്താ ഇബ്രാഹിം നബിക്ക് അറിഞ്ഞില്ലേ? മനുഷ്യരായി വന്ന, മനുഷ്യരൂപത്തിൽ വന്ന അമ്പിയാക്കന്മാരെ കണ്ടിട്ടും, അല്ല മലക്കുകളെ കണ്ടിട്ടും ഇത് മനുഷ്യരാണ് എന്ന് ധരിച്ചുകൊണ്ട് ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാം ഹനീദ്, ചുട്ടുവേവിച്ച ഒരു പശുക്കുട്ടിയെ നേരെ മുമ്പിൽ കൊണ്ടുവെക്കാൻ. പക്ഷെ ഓരോ കയ്യിലേക്ക് നീളില്ല. കാരണം എന്താ? ഇവർ ഭക്ഷണം കഴിക്കൂല, ഇവർ ഇറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാരാന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഭയം. അപ്പൊ എന്തെല്ലാം കാര്യം? ഒന്ന്, ഈ വന്ന ആളുകൾ മലക്കാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിഞ്ഞില്ല. രണ്ട്, മലക്കാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതില്ല. രണ്ട്, മൂന്നാമത്തെ കാര്യം, അവര് പറയേണ്ടി വന്നു എന്തിനാ ഞങ്ങൾ വന്നതെന്ന്. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. വൈകൃതങ്ങൾ നിറഞ്ഞ, ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിലേക്ക്, ആ ജനതയാണ് അതിന് ഉത്തരവാദികൾ, അവരിലേക്കാണ്, അത് ലൂത്തിന്റെ ജനങ്ങളാണ്, അവരിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പോകും വഴിക്കൂടെ വന്നതാന്ന്. എന്നാ വരുമ്പോ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ.
മലക്കാന്നില്ലേ, നിങ്ങൾ ലൂത്ത് നബിയുടെ അടുത്തേക്ക് പോവാന്നില്ലേ, നിങ്ങളെ ഉദ്ദേശം എന്നതാന്നില്ലേ, എനിക്ക് മക്കളുണ്ടാവും എന്ന് അള്ള പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി ചോദിച്ചില്ല. കാരണം എന്താ, ഈ പറയുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹം. ഇത്തരത്തിലുള്ള വലിയുള്ളായി അല്ല, ഒരു ഖലീലുള്ളയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് മക്കളുണ്ടാകുന്ന കാര്യം ഖുർആൻ പറയുന്നു, ഫംറഅതുഹു ഖാഹിമത്തുൻ ഫളഹിക്കത്ത്, ഭാര്യ ഇങ്ങനെ വാതിലിനടുക്ക വന്ന് നിൽക്കാന്ന്, മക്കളുണ്ടാകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അലിദു, ഞാൻ പ്രസവിക്കുകയോ, എനിക്ക് മക്കളുണ്ടാവേ? നിങ്ങളെ ഭർത്താവ് ഇബ്രാഹിം നബി മറിഞ്ഞ കാര്യം അറിയുന്ന ആളല്ലേ, ഓരോട് ചോദിച്ചു നോക്കും പറഞ്ഞോ? ഖലീലുള്ളല്ലേ, ഇമാമുൽ ഹുനഫ അല്ലേ, അള്ളാഹുവിന്റെ സ്വന്തക്കാരനല്ലേ, ഓർക്കറിയാം, ചോദിച്ചോക്കെ എന്ന് പറഞ്ഞോ മലായിക്കത്തുകൾ? ഇല്ല. കാരണം അക്കാര്യം അള്ളാഹ് ഇവരെ അറിയിച്ചു കൊടുത്തതാണ്. ഞാനിതാ വൃദ്ധയായിരിക്കുകയാണ്, എൻ്റെ ഭർത്താവാകുന്ന ഇബ്രാഹിം ഇതാ വന്യവയോധികനുമാണ്, എന്നിരിക്കെ ഞങ്ങൾക്ക് മക്കളുണ്ടാവുകയോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അവരോട് ചോദിച്ചത്. ആരോട്? ഈ വന്ന മനുഷ്യന്മാരായ മലക്കുകളോട്. എന്നിട്ടാണ് നമ്മളെ നാട്ടിൽ ആരെങ്കിലും അത്തരക്കാരെ സമീപിച്ചാൽ അതിന്റെ അപകടം എന്താണെന്നറിയാം നിങ്ങൾ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫ് അഥവാ മറഞ്ഞ കാര്യം അറിയുവാൻ വേണ്ടിയുള്ള വഴികൾ അറിയാൻ വേണ്ടി ആരെങ്കിലും അത്തരക്കാരനെ, ജ്യോത്സ്യനെ, കെണിയാനെ, മച്ചി നോട്ടക്കാരനെ, മുദ്ര നോട്ടക്കാരനെ, ആരെങ്കിലും ആവട്ടെ, ഒക്കെ ഈ അറാഫിന്റെ പട്ടികയിൽ പെടും. ഓനെ പോയി സമീപിച്ചാൽ ഫസഅലഹു, അവനോട് ചോദിച്ചാൽ മതി, ഏയ് എൻ്റെ ആടുകുഞ്ഞിനെ കാണാനില്ല, ആടുകുട്ടിനെ കാണാനില്ല, ആടുകുട്ടി എവിടെയാ ഉള്ളത്? അപ്പൊ എവിടെയാ ഉള്ളത്? ഓര് പറയും. ചോദിച്ചാൽ തന്നെ 40 ദിവസം നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഓൻ പറഞ്ഞ വിശ്വസിച്ചാലോ ബന്ദീന്ന് പുറത്താകുകയും ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു. അതുകൊണ്ട് അവൻ എന്തായി? കുഫർ. ഒരു സംശയമില്ല. ഇമാം അഹ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിപ്പോ ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും സ്വതന്ത്രമായി ഗൈബ് അറിയാൻ അവർക്ക് കഴിയാത്തത് അത് അവരുടെ കഴിവുകേട് അല്ല, അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയൂ എന്നത് കൊണ്ടാണ്. പിന്നെ അറിയിച്ചു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൈപ്പെട്ടതെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ അത്തരക്കാരിൽ നമ്മൾ വിശ്വസിച്ചു പോയാൽ അതിൻ്റെ ഇതംപര്യന്തമായ അവസാനം നമ്മൾ ശിർക്കിലേക്ക് എത്തലായിരിക്കും, അഥവാ കുഫറിലേക്ക് എത്തലായിരിക്കും എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി പറയുകയുണ്ടായി, മൻ അല്ലഖ തമീമത്തൻ, മൻ അല്ലഖ ഷൈഅൻ, എന്തെങ്കിലും ഒരു വസ്തു വല്ലവനും അവൻ്റെ തടിയിൽ ഊതി മന്ത്രിച്ച് കെട്ടൽ, അതാണ് അതിൻ്റെ പരിപാടി. സൂക്കേട് മാറാൻ, രോഗം മാറാൻ, വയറ്റുവേദന സുഖാവാൻ, അങ്ങനെ എന്തെങ്കിലും വല്ലവനും ചെയ്താൽ ഫഖദ് ഉക്കില ഇലൈഹി, അവന് അതിലേക്ക് ബരമേൽപ്പിക്കപ്പെട്ടു. അതോടുകൂടെ മൻ നഖദ ഉഖദതൻ ثم نفث فيها فقد سحر ومن سحر فقد اشرك ومن تعلق شيئا وكل اليه رواه അബൂ ദാവൂദ് വന്നസായി. അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. കാരണം ഇതെന്റെ കൈമൽ ഈ ചരടുള്ളത് കൊണ്ടാണ് എൻ്റെ സൂക്കേട് മാറുന്നത്. ചിലവൻ്റെ അടുക്കൽ പോയി നമ്മൾ പറഞ്ഞാൽ ബർക്കത്തിന് ഒരു 5 ഉറുപ്പിക കൊട്ടം തന്നിട്ട് പറയും, ഇത് നിന്റെ പേഴ്സിൽ വെച്ചേ. എന്തിനാന്ന്? അപ്പുറത്ത് വേറെ 5 ഉറുപ്പല്ലേ, ആ 5 ഉറുപ്പിക ഈ 5 ഉറുപ്പിക തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമല്ല, രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ്, റിസർവ് ബാങ്കിൻ്റെ തന്നെയാണ്. എന്താ വ്യത്യാസം? വ്യത്യാസം ഇതിനെന്തോ പോരിശയുണ്ട്. ഇത് എൻ്റെ പേഴ്സിൽ വെച്ചാൽ ബർക്കത്ത്, റഹ്മത്ത്, പണം, ഖൈറ് മുതലായവ കൂടുമെന്ന അന്ധവിശ്വാസം അതിലേക്ക് അവനെ ഏൽപ്പിക്കപ്പെടുന്നു. ഇവന്റെ വക്കാലത്തുകൾ, ഇവന്റെ തൗക്കീലുകൾ മുഴുവൻ അതിലേക്ക് പോകുന്നതിനോട് കൂടി അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തവനായിത്തീർന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരാൾക്കും അറിയുകയില്ല സ്വതന്ത്രമായ ഗൈബ് ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ.
പിന്നെ ജിന്നിന്റെ സഹായത്തോട് കൂടി അങ്ങനെയുണ്ട്. അതിൽ ചില പുത്തൻവാദികളുണ്ട്, ചില പഴഞ്ചൻവാദികളുണ്ട്. ജിന്നിന്റെ സഹായത്തോടു കൂടി മറിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ജിന്നിനെ ഹാമറാക്കി ഇങ്ങേറ്റ് അവനെ ഇളക്കി പറയിപ്പിക്കൽ, എന്നിട്ട് അവനോട് ചോദിക്കല് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതല്ല മറ്റത്. അത് പുത്തൻവാദി ആയാലും പഴഞ്ചൻവാദി ആയാലും രണ്ടും കണക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതേപ്രകാരം ജിന്നിനോട് സഹായം തേടൽ, അതൊക്കെ ഈ മുക്കാശഫാത്ത് ഹിക്കാശഫാത്ത് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ പഴയതാ. അതൊന്നും എന്തല്ല, ഇസ്ലാമിന് കാര്യക്കുന്ന അഖീദയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.